ഹലോ എവരിവൺ, എല്ലാവർക്കും എസിഡ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെ ഒന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഡിസംബർ മാസത്തിൽ നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട PSC എക്സാമിനേഷൻസിന്റെ ഒക്കെ എന്ത് ചെയ്തിരുന്നു നടക്കുന്ന എന്നാണ്, അതേപോലെ തന്നെ എന്താണ് കൺഫർമേഷൻ ഡേറ്റ്, അതേപോലെ തന്നെ ഓൺലൈൻ എക്സാം ആയിരിക്കും, ഓഫ്ലൈൻ എക്സാം ആയിരിക്കും, അല്ലെങ്കിൽ OMR ബേസ്ഡ് എക്സാം ആയിരിക്കുമോ, എന്ന് മുതൽ ഹാൾ ടിക്കറ്റ് കിട്ടും, ഏതെല്ലാം എക്സാമിനേഷൻ ആണ് നടക്കുന്നത്, അതിന്റെ ഡ്യൂറേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ, സിലബസ് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു PSC എന്ത് ചെയ്തു പുതിയ നോട്ടിഫിക്കേഷൻ വഴി എന്ത് ചെയ്തു ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ എന്തെല്ലാമാണ്, അതേപോലെ തന്നെ എന്നാലും എക്സാമിനേഷൻസ് ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മൾ കൃത്യമായിട്ട് നോക്കുന്നതായിരിക്കും. പ്രധാനമായിട്ട് പറഞ്ഞ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, അതേപോലെ തന്നെ പറയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലൊക്കെ പറയുന്ന എക്സാമിനേഷൻ്റെ ഒക്കെ ഡേറ്റ് മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ പരിശോധിക്കാം. ഓക്കെ, ഈ മാസം നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട എക്സാമിനേഷൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ത് ചെയ്തു, ഈ പറയുന്ന ഈ മാസം 2025 ഡിസംബർ മാസത്തിൽ നടത്താൻ പോകുന്ന പ്രധാനപ്പെട്ട എക്സാമിനേഷൻസിന്റെ ഒക്കെ എന്ത് ചെയ്തു ഒരു കലണ്ടർ ലിസ്റ്റ് ആണ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നത് അല്ലെ. ഈ ലിസ്റ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 177/2022 ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എന്ന് പറയുന്ന ഹെൽത്ത് സർവീസിലേക്ക് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എക്സാമിനേഷൻ പറയുന്നത് 1/12/2025 ആയിരുന്നു അല്ലെ. അതേപോലെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് 1/1/2025. അതിൽ അഡ്മിഷൻ ടിക്കറ്റ് എന്ന് പറയുന്നത് 17/11/2025 കൂടി കിട്ടും. അതിന് കൺഫർമേഷൻ പറയുന്നത് 22/9/2025. മോഡ് ഓഫ് എക്സാമിനേഷൻ പറയുന്നത് OMR ബേസ്ഡ് ഡിവിജൻ ഓഫ്ലൈൻ ആയിരിക്കും, ഇംഗ്ലീഷ് ആയിരിക്കും, ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കും. ഡ്യൂറേഷൻ 1 മണിക്കൂർ 30 മിനിറ്റ്. 15,839 പേര് അപേക്ഷിച്ചിട്ടുണ്ടായ സിലബസ് മറ്റുമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതേപോലെ നമ്മൾ നോക്കിയിരുന്ന പറയുന്ന വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 ഡയറക്ട് റിക്രൂട്ട്മെന്റ്, അത് പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസിലേക്ക് എന്ത് ചെയ്തു വിളിച്ചിട്ടുണ്ടായ നോട്ടിഫിക്കേഷൻ പറയുന്നത് 374/2024. അതേപോലെ തന്നെ സ്റ്റേറ്റ് വൈഡ് ആണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. 2/12/2025 പറയുന്നത് ഈ പറയുന്ന എക്സാമിനേഷൻ നടത്തുന്നത്. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന അഡ്മിഷൻ ടിക്കറ്റ് എന്ന് പറയുന്നത് എന്താണ് അഡ്മിഷൻ ടിക്കറ്റ് 18/11/2025 എന്ത് ചെയ്യും ലഭിച്ചു തുടങ്ങും. ഡേറ്റ് ഓഫ് കൺഫർമേഷൻ എന്ന് പറയുന്നത് 22/9/2025 ആണ്. ഓൺലൈൻ ബേസ്ഡ് എക്സാം ആണ്, ഇംഗ്ലീഷ് ആണ്, 1 മണിക്കൂർ 30 മിനിറ്റ് ഉണ്ട്. 5113 പേര് എന്ത് ചെയ്ത് അപേക്ഷിച്ചിട്ട് ഉണ്ടെന്നുള്ളതാണ്. സിലബസ് അതിനകത്ത് എന്ത് ചെയ്യുന്നത് ലഭ്യമാണ്. പ്രധാനമായിട്ട് നോക്കണമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഡ്രാഫ്റ്റ് മാൻ ഗ്രേഡ് 1 ഇലക്ട്രീഷ്യന്റെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ് ചെയ്യുന്നത് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റേറ്റ് വൈഡ് ആണ് ചെയ്യുന്നത് വിളിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വെനസ്ഡേ പറയുന്ന 3/12/2025 എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. 3/12/2025 പറയുന്ന എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആവുന്നത് ഈ പറയുന്ന 9/11/2025 കൂടിയാണ്. 9/11/2025 പറയുന്ന നവംബർ മാസത്തിൽ എന്ത് പറയുന്ന അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കും. 22/9/2025 പറയുന്ന ഡേറ്റ് ഓഫ് കൺഫർമേഷൻ ആണ്. അതേപോലെ തന്നെ ഓൺലൈൻ എക്സാമിനേഷൻ 100 മാർക്കിലേക്ക് എക്സാമിനേഷൻ പറയുന്നത് ഇംഗ്ലീഷ് മീഡിയം ആണ്. അതേപോലെ തന്നെ 1 മണിക്കൂർ 30 മിനിറ്റ് ആണ്. 9238 വേക്കൻസി ഈ പറയുന്ന എന്താണ് ഡ്രാഫ്റ്റ് മാൻ ഗ്രേഡ് 1ലേക്ക് എന്ത് ചെയ്യുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് ഈ പറയുന്ന വുമൺ ആൻഡ് ഫയർ റെസ്ക്യൂ ഓഫീസർ അല്ലെ. നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന വുമൺ ആൻഡ് ഫയർ റെസ്ക്യൂ ഓഫീസർ എന്ന് പറയുന്നത് ഏകദേശം 215/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ നിങ്ങൾക്കറിയാം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലേക്ക് എന്ത് ചെയ്യുന്നു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ നോട്ടിഫിക്കേഷൻ എക്സാം ആണ് നടത്തുന്നത് ഈ പറയുന്ന ഡിസ്ട്രിക്ട് വൈഡ് ആയിട്ടാണ് എക്സാം നടത്തുന്നത്. നോക്കുക, തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് എന്നീ പറയുന്ന ജില്ലകളിലാണ് എക്സാമിനേഷൻ ചെയ്യുന്നത് നടത്തുന്നത്. ജില്ലകളിലേക്ക് പറയുന്ന നോക്കുക, ഈ പറയുന്ന 6/12/2025 ആണെന്ന് പറയുന്നത് ഇതിനുള്ള എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ് 6/12/2025 ആണെന്ന് പറയുന്നത്. അതായത് ഡിസംബർ 6 ഈ പറയുന്ന ശനിയാഴ്ച ആണെന്ന് പറയുന്നത് എക്സാമിനേഷൻ നടത്തുന്നത്. അതേപോലെ തന്നെ അഡ്മിഷൻ ടിക്കറ്റ് എന്ന് പറയുന്നത് 22/11/2025 എന്ത് ചെയ്യും അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നത് ആണ്. അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് കൺഫർമേഷൻ എന്ന് പറയുന്നത് 22/2025 മുതൽ ഈ 11/10/2025 സമയത്തുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ പറയുന്ന കൺഫർമേഷൻ അപേക്ഷിച്ചിട്ടുള്ളവരെ ഈ പറയുന്ന എന്ത് ചെയ്യണം ഈ പറയുന്ന കൺഫർമേഷൻ എന്ത് ചെയ്യണം കൊടുക്കേണ്ടതാണ്. അറിയാമെങ്കിൽ ഈ പറയുന്ന ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ദിവസത്തിനുള്ളിൽ 22/9/2025 അതേപോലെ തന്നെ ഈ പറയുന്ന 11/10/2025 മുതൽ ഈ പറഞ്ഞ 22/9/2025 മുതൽ 11/10/2025 എന്ത് ചെയ്യണം ഈ പറയുന്ന കൺഫർമേഷൻ എന്ത് ചെയ്യണം നിങ്ങൾ നൽകണം എന്നുള്ളതാണ്. ഈ മാസം 22 തുടങ്ങി അടുത്ത മാസം 11 തന്നെ എന്ത് കൺഫർമേഷൻ നൽകുക എന്നുള്ളതാണ്. 100 മാർക്കിനാണ് എക്സാം എന്ന് പറയുന്നത്. പാർട്ട് 1, 2, 3, 4, 5, 6 തസ്തികയിലേക്ക്. അതേപോലെ തന്നെ ഈ പറയുന്ന ഇംഗ്ലീഷ് ഭാഷയാണ്. അതേപോലെ തന്നെ 1 മണിക്കൂർ 30 മിനിറ്റ് ആണ് എക്സാം എന്ന് പറയുന്നത്. ഏകദേശം ആണ് പറയുന്നത് 32,000 ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന എക്സാമിനേഷൻ മറ്റുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഡ്രാഫ്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ആർക്കിയോളജിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വിളിച്ചിട്ടുള്ള എക്സാമിനേഷൻ പറയുന്നത് 8/12/2025 ആണ്. ആ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ
ഓക്കെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ അതിപ്പോൾ കേരള ഹൗസിംഗ് എന്താണ് സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്കാണ്, സ്റ്റേറ്റ് വൈഡ് ആണ് 11/12/2025 നൽകിയിട്ടുള്ളത് എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. അതിന് അഡ്മിഷൻ ടിക്കറ്റ് എന്ന് പറയുന്നത് 27/11/2025 പറയും അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ 22/9/2025 എന്ത് ചെയ്യും 22/9/2025 മുതൽ 11/10/2025 വരെ എന്ത് ചെയ്യും പറയുന്നത് കൺഫർമേഷൻ കൊടുക്കുന്ന സമയമുണ്ട്. OMR ബേസ്ഡ് ആണ് എക്സാം, ഇംഗ്ലീഷ് മീഡിയമാണ്. 1 മണിക്കൂർ മുതൽ 30 മിനിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും എക്സാമിനേഷൻ സമയം ലഭിക്കുന്നതാണ്. ഏകദേശം 15,162 പേര് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിട്ട് ഉണ്ടെന്നുള്ളതാണ്. അതേപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റിക്രൂട്ട്മെന്റ് നമ്മൾ നോക്കിയിരുന്നല്ലേ, പറഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റിക്രൂട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യുന്നു എക്സാമിനേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, പറഞ്ഞ എക്സാമിനേഷൻ വിളിച്ചിട്ടുണ്ട്. 211/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലേക്കാണ് ചെയ്യുന്നത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ എക്സാമിനേഷൻ ചെയ്യുന്നത് വിളിച്ചിട്ടുള്ളത്. അതായത് ഈ പറയുന്ന ഫോറസ്റ്റ് ആൻഡ് പറയുന്ന വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ പറയുന്ന എന്താണ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ പറയുന്ന സ്ഥലങ്ങളിലേക്ക് അല്ലേ. നോക്കുക 20/12/2025 ശനിയാഴ്ചയാണെന്ന് പറയുന്നത് ഈ പറയുന്ന എക്സാമിനേഷൻ എന്ത് നടക്കുന്നത് ഡിസംബർ മാസം 20-ാം തീയതി എന്ന് പറയുന്ന എക്സാമിനേഷൻ നടക്കുന്നത്. നിങ്ങളെല്ലാം എന്താണ് പ്രതീക്ഷിച്ചിരിക്കുന്ന എക്സാം കൂടിയാണ് ഈ പറഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ തന്നെ 6/12/2025 ആണെന്ന് പറയുന്ന അഡ്മിഷൻ ടിക്കറ്റ് എന്ത് ചെയ്യുന്നത് ലഭിക്കുന്നതെന്ന് പറയുന്നത് 22/2025 മുതൽ 11/10/2025 ഉള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. 100 മാർക്കിനാണെന്ന് പറയുന്നത് ഈ പറഞ്ഞ എക്സാമിനേഷൻ നടക്കുന്നത്. ഓക്കെ, അതേപോലെ 1 മണിക്കൂർ 30 മിനിറ്റ് ഉണ്ട്. ഓക്കെ, ഏകദേശം 34,348 പേര് എന്ത് പറയുന്ന തസ്തികയിലേക്ക് നിങ്ങൾ അപേക്ഷിച്ചിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത നോക്കുക ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് കൊടുത്തിട്ടുള്ളത് ഈ പറയുന്ന ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് പറഞ്ഞ 211/2025 എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിലേക്കാണ് ചെയ്യുന്നത് വന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ ദിവസങ്ങൾ തന്നെയാണ്. എന്താണ് ഈ പറയുന്നത് 20/12/2025 പറയുന്ന എക്സാമിനേഷൻ എന്ത് ചെയ്യുന്നത് വിളിക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ 6/12/2025 നിങ്ങൾക്ക് എന്ത് ചെയ്യും പറയുന്ന അഡ്മിഷൻ ടിക്കറ്റ് എന്ത് ലഭിച്ചു തുടങ്ങും. 22/9/2025 22/9/2025 മുതൽ 11/10/2025 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൺഫർമേഷൻ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഫിംഗർ പ്രിന്റ് റിസർച്ച്. ഓക്കെ, ഈ പറഞ്ഞ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്ക് അപേക്ഷിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ അതിനും വിളിച്ചിട്ടുണ്ട്. 233/2024 നോട്ടിഫിക്കേഷൻ നമ്പർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലീസ് ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്കായിരുന്നു, സ്റ്റേറ്റ് വൈഡ് ആയിരുന്നു. 18/12/2025 ഓക്കെ, 18/12/2025 എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറഞ്ഞ 4/12/2025 ഹാൾ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. 22/12/2025 മുതൽ 11/10/2025 ഈ പറയുന്ന കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, 100 മാർക്കിനാണ്, ഇംഗ്ലീഷിലാണ്. 1 മണിക്കൂർ 30 മിനിറ്റ് ആണ്. 33,675 പേര് എന്ന് പറയുന്ന തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ട് ഉണ്ടായിരുന്നു. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ഈ പറയുന്നതാണ് ഈ പറയുന്ന സെയിൽസ് അസിസ്റ്റന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റ് തസ്തികയിലേക്ക് പറയുന്ന ഹാൻഡികാസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റേറ്റ് വൈഡ് ആണ്. 29/12/2025 തിങ്കളാഴ്ചയാണ് എക്സാം എന്ന് പറയുന്നത്. 15/12/2025 ഈ പറയുന്ന ഹാൾ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. 22/9/2025 മുതൽ 10/11/10/2025 ലിങ്ക് ഈ കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. 100 മാർക്കിനാണ് എക്സാം എന്ന് പറയുന്നത്. 1 മണിക്കൂർ 30 മിനിറ്റ് ലഭിക്കുന്നതാണ്. ഓക്കെ, മൊത്തത്തിൽ ഏകദേശം 5151 പേര് ചെയ്യുന്ന എക്സാമിനേഷന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് സയന്റിഫിക് ഓഫീസർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് എന്താണ് ഈ പറയുന്ന കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി പറയുന്ന തസ്തികയിലേക്ക് ഈ പറയുന്ന 155/2025 കാറ്റഗറി നമ്പറിൽ എന്ത് ചെയ്യുന്നു അടിസ്ഥാനത്തിൽ വിളിച്ചിട്ടുള്ള എക്സാമിനേഷൻ പറയുന്നത് സ്റ്റേറ്റ് വൈഡ് ആണ്. 30/12/2025 ഈ പറയുന്ന എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ 16/12/2025 ഈ പറയുന്ന എക്സാമിനേഷൻ ഹാൾ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. 22/9/2025 മുതൽ 11/9/2025 ലിങ്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കും. 100 മാർക്കാണ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് മീഡിയം ആണ്. ഓക്കെ, 10,821 വേക്കൻസി ഉണ്ട് അതിനകത്ത്. 10,821 വേക്കൻസി അതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അടുത്തതെന്ന് പറഞ്ഞാല് 265/2025 ആണ്. 265/2025 പറയുന്നത് കേരള പോലീസ് സർവീസിലേക്ക് SC/ST കാറ്റഗറിയിലേക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് അല്ലേ DYSP ട്രെയിനി എന്നീ പറയുന്ന വിഭാഗത്തിലേക്ക് വിളിച്ചുകൊണ്ട് തസ്തിക നോട്ടിഫിക്കേഷൻ ആയിരുന്നു. 265/2025 എന്ന് പറയുന്നത് ഈ പറയുന്ന കേരള പോലീസ് സർവീസിലേക്ക് DYSP റാങ്കിലേക്ക് എന്ത് ചെയ്തു വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫോർ SC/ST കാൻഡിഡേറ്റ്സ് ആണ്. ഓക്കെ, അവർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന എക്സാമിനേഷൻ ആയിരുന്നു. നോക്കുക, സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷൻ പറയുന്നത്
31/12/2025 എന്ത് ചെയ്യും നടക്കും എന്നുള്ളതാണ്. 17/12/2025 ഈ പറയുന്ന നോട്ടീസ് പറയുന്ന ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആവും. ഈ പറഞ്ഞ 22/9/2025 മുതൽ 11/10/2025 ലിങ്ക് എന്ത് ചെയ്യണം ഈ പറയുന്ന കൺഫർമേഷനുകൾ കൊടുക്കേണ്ടതാണ്. 100 മാർക്കിനാണ് എക്സാം എന്ന് പറയുന്നത്. 1 മണിക്കൂർ 30 മിനിറ്റ് ലഭിക്കും. 17,392 പേര് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന തസ്തികയിലേക്ക് എന്ത് ചെയ്യുന്നു അപേക്ഷിച്ചിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ. അതേപോലെ തന്നെ ഇത്രയാണ് പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ നോക്കിക്കൊണ്ടിരുന്നത്. ഈ പറഞ്ഞ നമുക്കറിയാം ഒന്ന് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന് പറയുന്നത്, അത് പറയും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ താണ്ട് തസ്തികകൾ പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് ആളുകൾ ഫോക്കസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്സാമിനേഷൻ വന്നിട്ടുണ്ട്. അതേപോലെ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്കും അതുപോലെ ഈ പറയുന്ന എന്താണ് നമ്മുടെ ഈ പറഞ്ഞ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് DYSP പറയുന്ന തസ്തികയിലേക്കാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എക്സാമിനേഷൻ്റെ ഒക്കെ ഡേറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഇനി വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞാൽ ഈ പറയുന്ന എന്താണ് ഒരു ബീറ്റ് ഫോറസ്റ്റിന്റെ ഒക്കെ എക്സാമിനേഷൻ ആയി പറയും 90 ദിവസം അടുപ്പിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എന്ത് ചെയ്തു ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ എന്ത് നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ എന്ത് ചെയ്യുക കൊണ്ടുപോവുക എന്നുള്ളതാണ് അല്ലെ. ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഇപ്പൊ യൂണിഫോം തസ്തികയിലേക്ക് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകുക. സിലബസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, സിലബസ് മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എന്ത് ചെയ്ത് അത് അപ്ഡേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണ് നിങ്ങൾ നമ്മുടെ ACID ബാക്ക്ഗ്രൗണ്ട് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യാം അവിടെ നിന്ന് കയറി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അപ്ഡേറ്റുകൾ എന്ത് അപ്പോൾ തന്നെ എന്ത് ചെയ്യാം നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ. അതേപോലെ തന്നെ യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ACID ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് വേണ്ടി സല്യൂട്ട് എന്ന പുതിയൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രധാനപ്പെട്ട പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, സിവിൽ എക്സൈസ് ഇൻസ്പെക്ടർ ഓഫീസർ, ഫയർ റെസ്ക്യൂ ഓഫീസർ, വുമൺ ഫയർ റെസ്ക്യൂ ഓഫീസർ തസ്തികയിലേക്ക് പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സമയമുണ്ട് അല്ലേ പറയുന്നത്. ഇപ്പോൾ 90 ദിവസം അടുപ്പിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് സമയം ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്നത് നല്ല രീതിയിൽ പഠിച്ചുകൊടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബാച്ചാണ് നമ്മൾ ACID ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന സല്യൂട്ട് എന്ന് പറയുന്ന ബാച്ച്. നമ്മുടെ പ്രധാനപ്പെട്ട പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ, ഡെയിലി മോക്ക് ടെസ്റ്റുകൾ, സ്പെഷ്യൽ കറണ്ട് അഫയർ സെക്ഷനുകൾ, സ്പെഷ്യൽ ടോപ്പിക്കുകൾ, മെന്റർഷിപ്പ് സപ്പോർട്ടുകൾ, സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻ, മോട്ടിവേഷൻ സെക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് കവറേജ് ആണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ACID ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. എന്ത് ചെയ്യാം അവിടെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം പറയുന്ന കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതല്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ എഴുതി കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, 9995467246 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മളെ വിളിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം അതിനുള്ള ഉത്തരം നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ സ്ട്രാറ്റജി കൊണ്ടുവച്ച് എന്ത് ചെയ്യുക നല്ല രീതിയിൽ പഠിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, അത് നല്ല സ്ട്രാറ്റജി ആദ്യം എന്താണ് ഉണ്ടാക്കിയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങുക. അതേപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ റിവൈസ് ചെയ്ത് നിങ്ങൾ എന്താണ് നിങ്ങളുടെ പോർഷൻസ് ഒക്കെ സെറ്റ് ആണെന്ന് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ നോക്കി മോക്ക് ടെസ്റ്റുകളും മറ്റും ചെയ്ത് എന്ത് ചെയ്യുക മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക സമയം ഒട്ടും കളയരുത് നമ്മുടെ കോഴ്സിലേക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ട് താഴെ ഗൂഗിൾ ഫോമിൽ ലിങ്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അവിടെ കയറിയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഡൗട്ടും കാര്യങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ എന്ത് പറ്റും അവിടെ നിങ്ങൾക്ക് അറിയിക്കാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം എന്ത് ഞങ്ങൾ നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം. നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റും ഇത് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ നമ്പർ എന്ത് ചെയ്യാം ഒന്നും കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ പറഞ്ഞ ആപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാം, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഹാർഡ് വർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും കിട്ടുക തന്നെ ചെയ്യും. ഓക്കെ, ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്.